അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ കാണുമ്പോൾ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ജെല്ലി കേക്കാണ്. അപ്പൊ അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അപ്പൊ നമുക്കത് ഞാനിപ്പോ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതില് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് തിളപ്പിച്ചിട്ട് മെൽറ്റാക്കി എടുക്കാം. കുറെ നാളായി യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ മോൻ പറയണ. അപ്പോ ഇന്നിപ്പോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇടയാം. പഞ്ചസാരയും വെള്ളവും ചൈന ഗ്രാസും ഒക്കെ കൂടെ നന്നായി മിക്സ് ആയിട്ട് വരണ വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതെല്ലാതും നന്നായി മിക്സ് ആയിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. ചൈന ഗ്രാസ് ഒക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ എടുക്കാം നമുക്ക്. അപ്പൊ ഞാനിവിടെ മുന്തിരി, പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ പേരക്ക എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്, മുസമ്പി എടുത്തിട്ടുണ്ട്, അനാർ എടുത്തിട്ടുണ്ട്, മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുസമ്പി അല്ല കേട്ടാ, സോറി, ഇത് ചെറിയ ഓറഞ്ച് ആണ്. പിന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായ. അപ്പൊ ഞാൻ പേരക്ക കട്ട് ചെയ്യണേ. നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇനി തൊലി ചെത്തിയ ആപ്പിൾ കേട്ടാ, ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിക്കാം. എല്ലാം ഒരേ ഷേപ്പിൽ മുറിക്കാൻ ശ്രമിക്കാം. അപ്പൊ അടുത്തതാ മാംഗോ. മാംഗോ ഒക്കെ തൊലി കളഞ്ഞിട്ട് എടുത്തതാണ്. അതിനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാംഗോ കട്ട് ചെയ്യാം. ഇനി നമ്മൾ എടുത്തുള്ള ഓറഞ്ച് ആണ്. നമ്മളുടെ കയ്യിലുള്ള ചെറുതാട്ടാ, അപ്പൊ അത് തൊലി കളയാം. അപ്പൊ ഓറഞ്ച് ഞാൻ മുറിക്കണില്ല, അല്ലിയാക്കിയിട്ട് വയ്ക്കാം. ഓൾറെഡി ഇത് ചെറിയ ഓറഞ്ചാണ്, പിന്നെ നമുക്ക് ഭംഗി ഉണ്ടാവില്ല അരിഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിങ്ങനെ ഓരോ അല്ലികളാക്കിയിട്ട് എടുത്തിട്ട് വയ്ക്കാം. അപ്പൊ പപ്പായ കേട്ടാ, ഇത് നമ്മൾ ഓൾറെഡി വീട്ടിലുണ്ടായി പഴുത്ത പപ്പായാണ്. കഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ ഇരിക്കായിരുന്നു. അപ്പൊ അതെടുത്തിട്ട് കട്ട് ചെയ്യാട്ടാ. അപ്പൊ മുന്തിരി കേട്ടാ, ഇത് നമുക്ക് വേണമെങ്കിൽ 4 പീസ് ആക്കാം, അല്ലെ 2 പീസ് ആക്കാം. ഇത് പച്ചമുന്തിരി കേട്ടാ. അപ്പൊ നമ്മളുടെ സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് പാത്രത്തിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഓറഞ്ച് അല്ലികളാക്കിയത്, പിന്നെ മാങ്ങ, പേരയ്ക്ക, പപ്പായ, ആപ്പിള്, ഇത് അനാറ്, പിന്നെ മുന്തിരി. അപ്പൊ മാക്സിമം നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ള ഫ്രൂട്ട്സ് എടുക്കുക. അപ്പോഴാണ് കാണാൻ ഇത്തിരി ഭംഗി ഉണ്ടാവുക. ഇപ്പൊ യെല്ലോ, ഓറഞ്ച്, ഗ്രീന്, വൈറ്റ്, റെഡ്, അങ്ങനെ കളേഴ്സ് വേറെ വേറെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പഴം ഉണ്ടെങ്കിൽ നമുക്ക് പഴം ഇടാം. അപ്പൊ പഴം മറന്നു ഞാൻ, പഴം ഉണ്ടായിരുന്നു, അതിടാം. ഇനി വേണമെങ്കിൽ ചിക്കു ഇടാം, കിവി ഇടാം. നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ഇടണില്ല എന്ന് മാത്രം. അപ്പൊ ഈ പാത്രത്തിലാണ് ഞാൻ ആക്കാൻ പോണത്. അപ്പൊ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ വെക്കാൻ പോണത് പഴമാണ് കേട്ടാ. പഴം വെക്കാം. നമുക്ക് ഓറഞ്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മുന്തിരി വെക്കാം. എല്ലാ ഫ്രൂട്ട്സും നമുക്ക് വെക്കാം. അപ്പൊ ഓരോന്നോരോന്നായിട്ട് വെക്കാണ്. സ്പേസ് അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന പാത്രത്തിന് അതിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാം. ഇനി അനാറ് വെക്കാൻ പോവാണ്. അനാറ് കുറച്ചുകൂടി മേലെ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിക്കാം. ഇനി നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ അറേഞ്ച് ചെയ്യാം. ഞാൻ പപ്പായ വെക്കാണ്. അപ്പൊ മോന് വലിയ ഇഷ്ടാവും അത്. കുറെ നാളായി ആള് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് എന്നോട് ഇത് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറയണം. അപ്പൊ ഇന്നിപ്പോ നമ്മളെ കയ്യില് ഫ്രൂട്ട്സ് ഒരുവിധം ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ പപ്പായ വെച്ചിട്ടുണ്ട് ഞാന്. നമുക്ക് മാംഗോ. ഇനി നമ്മള് ആപ്പിൾ ഇടാണ്. ആപ്പിൾ ഇട്ടിട്ട് കുറച്ച് പേരയ്ക്കം കൂടി ഇടാണേ. ഇനി നമുക്ക് ചൈന ഗ്രാസ് കുറച്ച് ഒഴിക്കാം. ഇനി ഞാൻ ബാക്കിയുള്ള എല്ലാ ഫ്രൂട്ട്സും കൂടെ മിക്സ് ആക്കാണ്. എന്നിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം.
പിന്നെ നമ്മൾ ഈ ചൈന ഗ്രാസ് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടുത്ത ലെയറും കൂടി ഞാൻ ഒഴിച്ച് ചൈന ഗ്രാസ് ഒഴിച്ച് എന്നിട്ട് അങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇടയിലൊക്കെ എയർ ഉണ്ടെങ്കിലേ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മേലെ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇട്ട് ഇങ്ങനെ കൊടുക്കാം. കാണാൻ നല്ലൊരു രസമായിരിക്കും ഇത്. കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിലേ കുട്ടികൾക്ക് അത് ഒരുപാട് ഇഷ്ടമാവും. ഒരു വെറൈറ്റി ആണല്ലോ. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ കഴിക്കും. അപ്പോൾ ഇതാ ഞാൻ മേലെ ഒരു ലെയറും കൂടി ഒഴിക്കുകയാണ്. ബാക്കിയുള്ള ചൈന ഗ്രാസ് ഒക്കെ ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിതാ അപ്പം ഞാൻ എന്താ എല്ലാതും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്തെടുക്കണം. ഇതാ കണ്ട, കാണുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ദാ അപ്പം നമ്മളുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. മോനും വന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. എടുക്കട്ടെ. അതേ സംഭവം ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ കറണ്ട് പോയ കാരണമാണ്. അത് കാരണമാണ് കുറച്ചൊന്ന് മെൽറ്റായ പോലെ ഉള്ളത് കേട്ടോ.